ഹലോ അസ്സലാമു അലൈക്കും. ഈ മാസം ഞാൻ കുറച്ച് റെസിപ്പീസുമായിട്ടാണ് അപ്ലോഡ് ചെയ്ത് വന്നിട്ടുള്ളത്. കുറച്ച് സ്പെഷ്യലായിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സ്പെഷ്യൽ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് മോറായിട്ട് ചിക്കൻ്റെ ഒക്കെ കുറച്ച് പച്ചക്കറികൾ ആഡ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ആക്കും നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുരുമുളക് ഉപ്പും കൂടിയിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ഒരു കപ്പിൻ്റെ ഒക്കെ തന്നെ അതിൻ്റെ കൂടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കുറച്ച് എരിവ് വേണം. അപ്പോൾ പച്ചമുളക് കൂടുതൽ നിങ്ങൾക്ക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, മല്ലിച്ചപ്പ്, ഒരു അര കപ്പിൻ്റെ അത്ര ഉള്ളി പൊരിച്ചതും 2 മുട്ടയും പിന്നെ കോൺഫ്ലവറും ബ്രെഡ് ക്രംസും ഇതെല്ലാം കൂടിയിട്ട് ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഇതെല്ലാം മിക്സ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ പച്ചക്കറി കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാം. ഇതിപ്പം കുറച്ച് നല്ലോണം ഇല്ല ഒരു കുറേ ഐറ്റംസ് കൂടിയിട്ടില്ല ഒരു ഐറ്റം ഇത് കട്ട്ലറ്റാണ്. ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ്, 1 ടീസ്പൂണിൻ്റെ അത്ര ഗീ, സോൾട്ട്, ഉപ്പ്, പിന്നെ സോസും കെച്ചപ്പും സോയ സോസും ആഡ് ചെയ്തിട്ട് അത് മാറ്റി വെക്കുക. പിന്നെ ഈ മൈദൻ്റെ ഒരു കൂട്ട് ഞാൻ ഇവിടെ സൈഡാക്കി വെക്കുന്നുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് വെള്ളവും മൈദയും റെഡ് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടി ഉപ്പും എല്ലാം കൂടിയിട്ട് ഒരു സ്പൈസസ് കൂടിയിട്ട് അതിൽ ആ മൈദൻ്റെ ഒരു കൂട്ടാൻ ഞാൻ ആക്കി വെക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് ഇപ്പം കട്ട്ലറ്റിൻ്റെ മിക്സ് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ചിട്ട് നല്ലോണം ചില്ലി ഫ്ലേക്സും വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ പച്ചമുളക് നല്ലോണം തന്നെ നിങ്ങൾക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഇടാം. ഇത് നല്ലോണം ഒരു സ്പൈസി ആയിരിക്കണം, എന്നാലും ഒരു ടേസ്റ്റ് കൂടുതൽ ടേസ്റ്റി ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഈ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പ് നിങ്ങളെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഷേപ്പ് ആക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇത്ര ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ക്രംസും മൈദൻ്റെയും കോട്ടിങ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്കിത് ഫ്രീസാക്കി വെക്കാം. അപ്പോൾ നോമ്പൊക്കെ വരുമ്പം നിങ്ങൾ ഇത് ഈസി ആക്കിയിട്ട് തന്നെ ഇത് കുറച്ച് നാളത്തേക്ക് തന്നെ എത്തുകയും ചെയ്യും. ഇത് ബോക്സിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ്. ഇത് ഞാനിപ്പം ഷേപ്പ് ആക്കിയിട്ട് ഇത് കുറച്ച് കട്ടിയിലാണ് ഞാൻ ആക്കുന്നത്, നീർങ്ങനല്ല. കാരണം പച്ചക്കറിയെല്ലാം ഇല്ലുകൊണ്ട് അത്ര ചെറുതാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിൽ ആക്കിയിട്ട് നമുക്ക് ഒരു കപ്പ് ചിക്കൻ ഉണ്ടെങ്കിൽ തന്നെ ഒരു നല്ലൊരു എമൗണ്ടിൽ തന്നെ ഈ കട്ട്ലറ്റ്സ് ആവുന്നുണ്ട്. അപ്പോൾ സാധാരണ പൊരിക്കുന്ന പോലെ തന്നെ ഓയിലിട്ട് പൊരിക്കുക. ഞാൻ സാധാരണ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട്. കോട്ടിങ്ങൊക്കെ ചെയ്താലും ചില സമയത്ത് പൊട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കോൺഫ്ലവറും ബ്രെഡ് ക്രംസൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് ബാക്കിയെല്ലാ സാധനം ഓൾറെഡി കുക്ക്ഡാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു എന്താണ് എൻ്റെ പുതിയ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റാണ്. അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് നല്ല വിചാരിക്കാത്തൊരു ടേസ്റ്റിലാണ് വന്നിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്, കുറേ ഐറ്റംസും കൂടിയാണ്, റിച്ചാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈസിയാണ്. നിങ്ങളെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കുക. ഇനിയും കൂടുതൽ റെസിപ്പീസ് വരാനുണ്ട്. അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി അടുത്ത റെസിപ്പി വരുന്നവരെ